ഈ ഷാനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതെങ്കിലും വിട്ടു പോകുന്ന എനിക്കൊരു പേര്. അതാ ഇടിച്ച്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മാളൂട്ടീനെ സ്കൂളിലേക്ക് വിടുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാളൂട്ടി മുബിക്കാക്കിയൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡേ തുടങ്ങാമെന്ന് കരുതി. ഭയങ്കര സ്കിൻ കെയർ ഒന്നുമില്ല, ജസ്റ്റ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തു, പിന്നെ നമ്മൾ മോയ്സ്ചറൈസറും സൺ പ്രൊട്ടക്ഷനൊക്കെ തേച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വയനാടൊക്കെ പോകുന്ന സമയത്ത് ഈ ചുരത്തിൽ ഗ്രീൻ പീസും എഗ്ഗൊക്കെ വെച്ചിട്ടൊരു മസാല പോലത്തെ ഒരു സംഭവമുണ്ട്. അത് ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ അത് കഴിക്കണമെന്ന് കുറേ ദിവസമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് കരുതി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞതിട്ടിട്ട് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 3 എഗ്ഗ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി വെക്കുക. എന്നിട്ട് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് മാളൂട്ടീനെ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാൻ കരുതി പോയപ്പോഴേക്കും അവൾ കുറച്ച് നേരം കൂടെ ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉറങ്ങാൻ കിടന്നു. വേഗം വാ, ലേറ്റായി ഇപ്പം തന്നെ, വേഗം വാ, എഴുന്നേറ്റ് വാ, വാ മാളൂ, അബനെയും കൂട്ടി എണീറ്റ് വാ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും അവൾ എഴുന്നേറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇനി കുറച്ച് ബൂസ്റ്റും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. എന്നിട്ട് ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഗ്രീൻ പീസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഏറ്റവും ലാസ്റ്റേ ഉണ്ടാക്കുള്ളൂ. ദോശയ്ക്ക് ഞാൻ അരി അരച്ച് വെച്ചതല്ല കേട്ടോ, ഇത് ഞാൻ പൊടി വാങ്ങിച്ചതാണ് റെഡിമെയ്ഡ്. പക്ഷേ അരി അരച്ച് നമ്മൾ ഉണ്ടാക്കുന്നതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. പക്ഷേ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കടയിലൊക്കെ പോയി കഴിക്കുന്ന ദോശയുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ദോശയൊക്കെ ആയിട്ടുണ്ട്. മാളൂട്ടി എഴുന്നേറ്റ് വന്ന് ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മാളൂട്ടിക്ക് ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യമില്ല. അവൾക്ക് ഏറ്റവും ഇഷ്ടം കട്ടൻ ചായയാണ് കേട്ടോ. പക്ഷേ ഞാൻ നിർബന്ധിച്ച് കൊടുക്കാറുള്ളതാണ് ഇടയ്ക്കൊക്കെ. ഉള്ളിൽ പോകുന്ന സമയത്ത് രാവിലെ ഞാൻ വാരി കൊടുക്കുമായിരുന്നു ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് കുറച്ച് സമയം ഉണ്ടായിരുന്നു, മാളൂട്ടിയും പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാളൂട്ടി ഒറ്റയ്ക്ക് വാരി കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു, ടൈം ഉണ്ടല്ലോ, അപ്പോൾ അവൾ മെല്ലെ കഴിച്ചാൽ മതി എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും 2 പ്രാവ് വന്നിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് മാളൂട്ടി പോയിട്ട് അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരും അവരുടെ മോർണിംഗ് റൊട്ടീനിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മാളൂട്ടിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം യൂണിഫോമൊക്കെ മാറി ഞങ്ങൾ മുടിയൊക്കെ കെട്ടണം. ഇനി അതിനൊക്കെ നല്ല സമയം വേണം. മുടി ഡബിൾ സൈഡാണ് കെട്ടേണ്ടത്. പിന്നെ ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ മെടഞ്ഞിടുകയും വേണം. അല്ലാതെ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഷോർട്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടൊക്കെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ കെട്ടണമെങ്കിൽ കൂടുതൽ സമയം വേണം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് കെട്ടാറുള്ളത് ഇങ്ങനെ മെടഞ്ഞിട്ട് കൊടുക്കലാണ്. മാളൂട്ടിയാണെങ്കിലും മുടി കെട്ടുന്ന സമയത്ത് എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുടി കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ സ്നാക്സ് ബോക്സ് പ്രിപ്പയർ ചെയ്യണമെന്ന് ഓർത്തത്. അപ്പോൾ നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ടൊന്നും അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒന്നുമില്ല, മുന്തിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ പച്ചമുന്തിരി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, മധുരമുള്ളതാണെങ്കിൽ. അപ്പോൾ അവൾ അങ്ങനെ കഴിച്ചോളും. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി അധികം വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് മാത്രമായതുകൊണ്ട്. പിന്നെ സ്പൂണും ഫോക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്നാക്സ് ബോക്സ് സെറ്റായി. പിന്നെ അതിൻ്റെ കൂടെ വെള്ളവും കൊടുക്കണം. ലഞ്ച് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. ലഞ്ചിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ രാവിലെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ആൾ പോകാറുള്ളത്. പിന്നെ ഞാൻ ഐബ്രോ ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ചില ദിവസങ്ങളിലേ എഴുതാറുള്ളൂ, ചിലപ്പോഴൊക്കെ അവളെ ഐബ്രോ എഴുതിയത് ഓൾറെഡി ഉണ്ടാവും കുറച്ചൊക്കെ. അപ്പോൾ ഇന്ന് തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേബി ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്, ബേബി സൺസ്ക്രീനും തേച്ച് കൊടുത്തിട്ടുണ്ട്. മാളൂട്ടീൻ്റെ സ്കിൻ കെയർ വീഡിയോ ഇട്ട സമയത്ത് എന്തിനാണ് കുട്ടികൾക്ക് ഇത്രയും പുട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊന്നും പുട്ടിയല്ല, ബേബി ക്രീമും ബേബി പൗഡറും എല്ലാവരും കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ അതിൻ്റെ കൂടെ ബേബി സൺസ്ക്രീനും യൂസ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അതിലെവിടെയാണ് പുട്ടി യൂസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ വീഡിയോ ക്ലിയർ ആയിട്ട് കാണാൻ പോലും ശ്രമിക്കാതെയാണ് പലരും നെഗറ്റീവ് കമൻസ് ഒരുപാട് വന്നിടുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അവർ ബോറടിക്കുന്നതുകൊണ്ട് ചെയ്യണമായിരിക്കും ചിലപ്പം. അപ്പോൾ നമ്മൾ മാളൂട്ടീനെയും കൊണ്ട് അങ്ങനെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. സ്കൂളിൽ എത്തിയപ്പോഴേക്കും അസംബ്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാളൂട്ടീനെ അവിടെ കൊണ്ടുപോയി അവൾ ക്ലാസ്സിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. സ്കൂളിൽ കൊണ്ടുപോയി വിടാനുള്ളതുകൊണ്ട് ഞാൻ എല്ലാ പാത്രങ്ങളും അങ്ങനെ ഇട്ടിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണില്ലേ, ഭയങ്കര ഭംഗിയുള്ള കിച്ചണൊക്കെ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടൊക്കെ വെക്കുന്നത്, വീഡിയോസ് എടുത്തിടുന്നതൊക്കെ, അങ്ങനത്തെയൊക്കെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നുവെച്ചാൽ ക്ലീൻ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ ക്ലീൻ ചെയ്യാനും എല്ലാം ഒതുക്കി വെക്കാനും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ അത് എൻ്റെ ഒരു രീതിയിൽ എനിക്ക് സമയമെടുത്ത് അങ്ങനെ ചെയ്യണം. അപ്പോൾ വേറൊരാൾ ഫോഴ്സ് ചെയ്തിട്ട് വന്നിട്ട് നമുക്കെല്ലാം വൃത്തിയാക്കി വെക്കാനൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് ടൈം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ
സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യാൻ. പക്ഷേ അങ്ങനെയുള്ളപ്പോഴും ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഈ കബോർഡ്സൊക്കെ ഒതുക്കി വെക്കാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇന്നും തൈര് വെക്കണം എന്നാണ് മാളൂട്ടി പറഞ്ഞിട്ടുള്ളത്. ഡെയിലി ഒന്നും കൊടുക്കാറില്ല കേട്ടോ, പക്ഷേ കൂടുതൽ ദിവസവും തൈരായിരിക്കും കൊടുക്കാറുള്ളത് ചോറിൻ്റെ കൂടെ. അപ്പോൾ ഇന്നെന്തായാലും തൈരും അച്ചാറൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടെ കുറച്ച് സോയാബീൻ കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറി ഐറ്റംസ് ഒന്നും മാളൂട്ടി അങ്ങനെ ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാറില്ല. അപ്പോൾ സോയാബീൻ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി കഴുകിയിടാം. അത് കഴിഞ്ഞിട്ട് സോയാബീനിൽ കുറച്ച് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികൾ ഇനിയും ബാക്കിയുണ്ട്. കാരണം നമ്മൾ കിച്ചൺ മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ഇനി മൊത്തത്തിലൊന്നും എനിക്ക് ക്ലീൻ ചെയ്യാണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിന് പകരം ഒരു ക്ലീനിങ് വ്ളോഗ് ഇടുകയായിരുന്നു ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷൂട്ടിലായതുകൊണ്ട് എനിക്ക് കുറച്ച് അധികം ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന്. വാഷ് ചെയ്യാൻ പിന്നെ കുറച്ച് തുണികളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്നലെ നൈറ്റ് കുറേയൊക്കെ മുമ്പിക്കാകെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കുറച്ച് തുണികളെ വാഷ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹാൻഡ് വാഷ്, സോപ്പ് പൗഡറൊക്കെ ഫില്ല് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടിക്കലും തുടക്കലും അലക്കലും ഒക്കെ കഴിഞ്ഞു. ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുണികളൊക്കെ ഒന്ന് ജസ്റ്റ് വിരിച്ചിടാൻ പോവാം. പക്ഷേ ഞാൻ രാവിലെ വെയിൽ വരുന്നതിന് മുന്നേ അലക്കി തീർക്കണം എന്ന് വിചാരിച്ചതാട്ടോ. പക്ഷേ നടന്നില്ല, കുറച്ച് ലേറ്റ് ആയിപ്പോയി. പക്ഷെ എന്നാലും ഇന്ന് എന്താണെന്നറിയില്ല, ഓവർ വെയിലുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല വെയിലുള്ള സമയത്താണ് ടെറസിലേക്ക് കയറാനേ കഴിയില്ല കേട്ടോ. ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കയറാറുള്ളത്. അങ്ങനെ പോയി തുണികളൊക്കെ ആറിയിട്ട് വന്നപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ മാളൂട്ടിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ച മുന്തിരി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അവളെ സ്നാക്സ് ബോക്സ് പാക്ക് ചെയ്യുന്നതിന് ശേഷം അപ്പോൾ ഞാൻ എടുത്ത് കഴിച്ചു അത്. ഇനി നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാം. മാളൂട്ടിക്ക് ലഞ്ച് കൊണ്ട് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ സോയാബീനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മസാല ആക്കിയിട്ട് കഴിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ മാളൂട്ടിക്ക് വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ അച്ചാറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും സോയാബീനും ഒക്കെ ലഞ്ചിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണും ഫോർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണ് കേട്ടോ ലഞ്ചിന്. അപ്പോൾ നമുക്ക് എന്തായാലും മാളൂട്ടിക്ക് ലഞ്ച് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഞാനവിടെ ചെന്ന സമയത്ത് ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാളൂട്ടി എന്തൊക്കെയോ എഴുതുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ ലഞ്ച് മിസ്സിൻ്റെ അടുത്ത് കൊടുത്തിട്ട് വന്നു. എന്നെ കണ്ടിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാളൂട്ടി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർത്തു. അപ്പോഴേക്കും ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതാണ് ഞങ്ങൾ കറിയായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും അങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ സോയാബീനൊക്കെ കൂട്ടി ഞങ്ങളും ഫുഡ് കഴിച്ചു. ലഞ്ച് കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ മുബിക്കാക്കെയാണ് കേട്ടോ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ മാളൂട്ടീനെ പിക്ക് ചെയ്യാൻ പോയി. ഞങ്ങൾ ഇന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഞങ്ങൾ ലുലുവിൽ പോകുന്നുണ്ട് മൂവി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാളൂട്ടി എപ്പോഴും പറയാറുള്ള ഒരു കീ ചെയിൻ അവൾക്ക് വാങ്ങിക്കൊടുക്കണമെന്ന്. പക്ഷേ അത് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ട് അവളോട് പറഞ്ഞില്ല. അവളോട് മൂവിക്ക് പോകുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഗായ്സ്, ഇത് കണ്ടോ എൻ്റെ മാളൂട്ടി ഒറ്റക്ക് മേലൊക്കെ കഴുകി സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇനി ഞാൻ മുടി കെട്ടി കൊടുക്കട്ടെ. സ്കിൻ കെയറിന്റെ സംഭവം അപ്പം ഇന്ന് ഞാൻ തലയൊന്നും കഴുകി കൊടുത്തിട്ടില്ല. ഡെയിലി തല കഴുകാറില്ല. ഓരോ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടേ തല കഴുകി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ മാളൂട്ടി തന്നെ മേലൊക്കെ കഴുകി വന്നതാണ്. അപ്പോൾ ഞാൻ ഹെയർ എന്തായാലും ഇനി കെട്ടുപിടിക്കണ്ടെന്ന് കരുതിയിട്ട് മെടഞ്ഞിട്ട് കൊടുക്കാറുണ്ട് ചില ദിവസം. പക്ഷെ ചില ദിവസം ഇങ്ങനെ മെടഞ്ഞിട്ട് കൊടുക്കാറില്ല. കാരണം മെടഞ്ഞിടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വേവി ആയ പോലെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടി കൊടുത്തിട്ടുള്ളത് പകരം. വിശക്കുണ്ടോ? എന്നൊരു സൂത്രം ഉണ്ടാക്കി തരവാ. ഈ ഡ്രസ്സ് ഏതാ മാളു? ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഓക്കെ, എന്നാ ചായ കുടിക്കാം. സ്കൂളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എൻ്റെ ക്ലീനിങ് തുടങ്ങി. മാളൂസ് സ്കൂളിൽ കൊണ്ടുപോയി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത് ഇന്ന് ക്ലീനിങ് ഡേ എന്നുള്ള ഒരു വ്ളോഗായിട്ട് ഇത് ചെയ്താൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഞാൻ റവയും കിഴങ്ങൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഉഴുന്നുവടേൻ്റെ ഷേപ്പിലൊരു സ്നാക്സ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒരു ഇന്നിപ്പോൾ ഒരു ഉഴുന്നുവടേൻ്റെ ഷേപ്പിലല്ല, വേറൊരു ഷേപ്പിലാണ് അത് ഉണ്ടാക്കിയതെന്നുള്ളൂ. സംഭവം സെയിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മസാല കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഫ്രൈ ചെയ്ത് ആ സ്നാക്സ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ മാളൂസ് ആണെങ്കിൽ ഞാൻ പാത്രം കഴുകുമ്പോഴും ചായയും കടി ഉണ്ടാക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് കഥ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിലത്തെ കുറേ കഥകൾ പറയാനുണ്ടായിരുന്നു. അവൾക്ക് എപ്പോഴും ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കാനും കഥകൾ പറഞ്ഞു തരാനൊക്കെ. അപ്പോൾ അവിടെ നിന്നിട്ട് ആ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ കരുതി ഈ സ്നാക്സിൻ്റെ കൂടെ നല്ല ചായ ഉണ്ടാക്കാമെന്ന്. പിന്നെ വിചാരിച്ചു ജ്യൂസ് അടിക്കാമെന്ന്. അപ്പോൾ മാളുവിനോട് ചോദിച്ചപ്പോഴും ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല വാട്ടർമെലൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ജ്യൂസ് അടിച്ചു. പിന്നെ സ്നാക്സ് ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ജ്യൂസും സ്നാക്സൊക്കെ കഴിക്കട്ടെ. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ മാളൂട്ടിക്ക് കഴിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ. മാളുപ്പ ചായ കുടിക്കാം. അല്ല, ചായ അല്ല, ജ്യൂസ്. ആരാ കണ്ണൂട്ടണ്ടേ? എല്ലാവരും കണ്ണു പൂട്ടു ഗൈസ്.
തുറന്ന് ഇതൊക്കെ ഇത് താഴെ കണ്ണ് തുറന്നാലും ഇത് കാണാൻ പറ്റൂല. മാളൂസ് സ്കൂട്ടി ഓടിക്കണ പോലെ അതാ ഇവിടെ ഒരാള് സ്കൂട്ടി ഓടിക്കുന്നുണ്ട്. അതാണ് അവൾ ഉദ്ദേശിച്ചത്. കണ്ട സെയിം പിങ്ക് വെസ്പ. എന്നാ ബാ ജ്യൂസ് കുടിക്കാം. Yes, come on, pink Vespa. അങ്ങനെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ മാളൂട്ടി സൈക്കിൾ ഓടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം പുറത്തോടെ സൈക്കിൾ ഓടിച്ചു നടന്നു. മോളുടെ സൈക്കിളാ. അതാ ഇടിച്ച് ഒന്നിന് നേരെ ഓടിക്കേ. എനിക്ക് സൈക്കിളിന്റെ സ്കൂട്ടിയുടെ അത്ര അറിയില്ല മമ്മ. സ്കൂട്ടി ഓട്ടോമാറ്റിക് അല്ലേ, സൈക്കിൾ ചവിട്ടണം. ഞാൻ പിടിച്ചിട്ടുണ്ട്, ഇറക്കിക്കോ. അത് വിട്ടോ. വിട്ടോന്ന് പറഞ്ഞിട്ട് എന്താ ഇല്ല. അല്ലാണ്ട് പോകാൻ കഴിഞ്ഞു. അങ്ങനെ കുറച്ചു നേരം സൈക്കിളൊക്കെ ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ടെറസിൽ നിന്ന് കുറച്ച് തുണികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. എന്താക്ക നീ സൂക്ഷ്മദർശിനി ആയതാ? അതിന് ബൈനോക്കുലർ ഒന്നും വേണ്ടല്ലോ. ഈ ഒരു ടൈമിൽ ടെറസിൽ നിൽക്കാൻ നല്ല രസമാട്ടോ. സൺസെറ്റ് ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ തുണികളൊക്കെ എടുത്ത് താഴേക്ക് വന്നു. പിന്നെ അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മാളൂസിനെ കുറച്ച് നേരം പഠിപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഹോം വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് തീർത്ത് വെച്ചു. ആണോ ഹോം വർക്കാ? അപ്പോൾ എഴുതുന്നാല് ഇതാണ് മമ്മൻ്റെ പേരിൻ്റെ ഷ. ഷഹാന എഴുതുന്ന ഷ. ഈ ഷാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ നല്ല രസം ഇങ്ങനെ ഇതാണ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അതാ അവിടെ എഴുതി. ഒരു സാധനം മായ്ച്ചാ പോലെ. അതിനല്ല ഈ ലോകത്തെ റബ്ബർ. എന്നാ ഓക്കെ. ഇത് നമ്മൾക്ക് കളർ ചെയ്തത് ആണെന്ന് മിസ്സിനോട് പറഞ്ഞു. എന്ന് വെച്ചാ നമുക്ക് എന്തായിരുന്നു ഡ്രോയിങ് കിട്ടിയപ്പോ അതിൽ കളർ ചെയ്ത് വെട്ടിയതാണെന്നൊക്കെ മിസ്സിനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്കൂളിലേക്കുള്ളതൊക്കെ കുറച്ച് നേരം പഠിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും മുബിക്കാകെ ജിമ്മിൽ നിന്ന് വന്നു. ഇനി ഞങ്ങൾ പടത്തിന് പോകാൻ റെഡി ആവണം. അങ്ങനെ ഞങ്ങൾ പടം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ ഡൊമിനിക്കാണ് കാണാൻ പോകുന്നത്. മമ്മൂക്കാൻ്റെ സിനിമ കാണാൻ പോകുന്ന ഇൻട്രസ്റ്റും ഉണ്ട്, പക്ഷേ അതിൻ്റെ പുറമെ വേറൊരു സന്തോഷം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡിയറസ്റ്റ് അനുരാജേട്ടൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മമ്മൂക്കാൻ്റെ കൂടെ അനുരാജേട്ടനെ കാണുക എന്നുള്ളത് സ്ക്രീനിൽ. പിന്നെ മാളൂട്ടിക്ക് കീ ചെയിൻ വാങ്ങുന്ന കാര്യത്തിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്നും അറിയാതെ ആൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് കീ ചെയിൻ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും മാളൂസിൻ്റെ കുറച്ച് കുട്ടി ഫാൻസിനെ കണ്ടു ഞങ്ങൾ. അപ്പോൾ എല്ലാവരും വന്ന് സംസാരിച്ചു, മാളൂട്ടീൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ എന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ അവരോട് ബായൊക്കെ പറഞ്ഞിട്ട് മാളൂട്ടിക്ക് കീ ചെയിൻ വാങ്ങാൻ വേണ്ടി പോയി. എന്നാലേ പറ, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. പോയി അപ്പത്തിനും. ഇതിനു മുമ്പ് ഒരു ക്യാമറ പോലത്തെ കീ ചെയിൻ ഇവിടെ നിന്ന് തന്നെ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാട്ടോ. പക്ഷേ എപ്പോൾ വരുമ്പോഴും ഇത് കണ്ടിട്ട് ഇതിലേതെങ്കിലും വാങ്ങിക്കാമെന്ന് പറയും. പക്ഷേ എപ്പോഴും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമാവെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ സമ്മതിക്കാതിരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് വാങ്ങിക്കൊടുക്കാവുന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ പറയുമ്പോഴേക്കും എപ്പോഴും നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ അതൊരു നല്ല ശീലമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാതിരുന്നത്. പിന്നെ സ്കൂളിൽ ആനുവൽ ഡേക്ക് ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോഴും എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ കീ ചെയിനാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും ഇപ്രാവശ്യം ഇത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ അവൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അതാണ് അവൾ തപ്പി കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് വേണ്ടേ? ഓക്കെ, എന്നാ അതെടുത്തോ. ഇതിനാണ് പറയുന്ന കുറേ കാലമായിട്ട്. നമുക്ക് കാറിൽ വെച്ചാലോ? അവളിതാ കോഴിയമ്മ. കോഴിയമ്മേനെ വേണോ? എന്താ പറഞ്ഞേ? ഇല്ലല്ല, അത് നീ ഇട്ട നല്ല ഭംഗിയുണ്ട്. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതില് കുറച്ച് നീ എടുത്തത് തന്നെയാ രസം. ഏറ്റവും രസം അതാ, സൂപ്പർ. അങ്ങനെ അവസാനം കീ ചെയിൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഏതാ എടുക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനായി. പിന്നെ ആ ലാസ്റ്റ് അവൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ എടുത്തിട്ട് വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഷാർട്ട് എടുക്കാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഓക്കെ എടുത്തോ, അങ്ങനെയുള്ള രീതിയിലാണ്. നിങ്ങൾ അതിനു വേണ്ടി വന്നതാണെന്ന് വിചാരിച്ചില്ല. ചേച്ചി അപ്പക്കാ പച്ച ഷർട്ട് എടുക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നിട്ടോ ഗൈസ്, ഞങ്ങൾ പടം കാണാൻ വന്നതാണ്. പക്ഷേ ഒരു ഹാഫ് ആൻ അവർ നേരത്തെയാണ്. അപ്പോൾ ഞങ്ങൾ വിശന്നപ്പോൾ ഹൈപ്പറിൽ കയറിയിട്ട് ഒരു സാധനം കഴിച്ചു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നു. കാരണം നല്ല
ടേസ്റ്റ് കാണാൻ തന്നെ നല്ല ബീഫിന്റെ രസമുണ്ടായിരുന്നു. എന്തോ ഒരു പക്ഷെ നെക്സ്റ്റ് ടൈം ഹൈപ്പറിൽ പോകുമ്പോൾ അത് വാങ്ങിക്കും. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം അല്ലേ. എന്താ എൻ്റെ പേരെന്താ? ബീഫ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ബീഫിന്റെ ഐറ്റാണ്. ലസാഗിയോ അങ്ങനെ എന്തൊരു മിസ്റ്റേക്ക് ആയി പോയാൽ വരുന്നവര് ലുലുല് വരുന്നവര് നോക്കണം. പേര് പറയാതെങ്കിലും അല്ല ചിലപ്പോൾ ഡെയിലി ഉണ്ടാവില്ല, ഉണ്ടാവില്ല, അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ കാണുകയാണെങ്കിൽ എന്തായാലും വീഡിയോ എടുത്തിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിശന്നിട്ട് മറന്നുപോയി. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വന്നതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് കഴിച്ചതാണ്. ഇനിയിപ്പോൾ പടം തുടങ്ങും, പടത്തിന് കയറണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. മാളൂസ് ഫുള്ള് അതിൽ കളിയാക്കും. അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അനുരാജേട്ടനും മമ്മൂക്കാൻ്റെ കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് സ്ക്രീനിൽ അങ്ങനെ കണ്ടപ്പോൾ. പിന്നെ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു മമ്മൂക്കാൻ്റെ കൂടെ. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. കുറച്ച് കോമഡിയും അതുപോലെ തന്നെ നല്ല ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സൂപ്പർ മൂവിയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.